വീണ്ടും നമ്മൾ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനം എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുകയാണ്. ആദ്യം സ്റ്റേറ്റ് വൈഡ് പോവുകയാണ്. സംസ്ഥാനം മുഴുവനായി നോക്കുമ്പോൾ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനം എന്ന് നോക്കാം. 8.8% പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8.8% സംസ്ഥാനം ഒട്ടാകെ നോക്കുമ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8.8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനം ഒട്ടാകെ 8.8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനമാണ് നോക്കേണ്ടിയിരിക്കേണ്ടത്. ഓരോ മണ്ഡലങ്ങളിൽ നോക്കാം. ആദ്യം തിരുവനന്തപുരം തന്നെയാണ് നോക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 7.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 7.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ മണിക്കൂർ ആറ്റിങ്ങലിൽ അടുത്തതായി നോക്കുന്നത് ആറ്റിങ്ങലാണ്. തിരുവനന്തപുരത്തിന് ശേഷം നമ്മൾ ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ആറ്റിങ്ങലിൽ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8.5% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 1.5 മണിക്കൂറിന് ശേഷമുള്ള പോളിംഗ് ശതമാനം നോക്കിയിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ 8.5% ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം മണ്ഡലത്തിൽ എങ്ങനെയാണ് ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത് നോക്കാം. 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം മണ്ഡലത്തിൽ 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലെ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള പോളിംഗ് ശതമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം, കനത്ത രീതിയിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. പത്തനംതിട്ടയിൽ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയ്ക്ക് ശേഷം അടുത്തതായി നമ്മൾ നോക്കുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ എങ്ങനെയാണ് പോളിംഗ് എന്ന് നോക്കാം. 9% ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ 9% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാവേലിക്കരയിൽ നിന്നും നമ്മൾ അടുത്തതായി പോകുന്നു കോട്ടയം മണ്ഡലത്തിലേക്ക്. കോട്ടയം മണ്ഡലത്തിൽ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ 8% പോളിംഗ് കോട്ടയം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയത്തിൽ നിന്നും നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ എത്രത്തോളമാണ് ആദ്യത്തെ 2 മണിക്കൂർ? 8% ഇടുക്കിയിലും, കോട്ടയത്തും ഇടുക്കിയിലും 8% തന്നെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴ 9% എത്തി നിൽക്കുന്നു. 2 മണിക്കൂർ പിന്നിടുമ്പോൾ 9% പോളിംഗ് ശതമാനം മാറിയിരിക്കുന്നു. എറണാകുളം ജില്ലയിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കുറവ്, ഇതുവരെ നോക്കിയതിൽ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. 7.5% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയുമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ എറണാകുളത്ത് കുറവാണ് ഈ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിൽ 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് കുറവാണ് എങ്കിൽ ചാലക്കുടിയിൽ ഭേദപ്പെട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചാലക്കുടിയിൽ 8.5% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ചാലക്കുടിയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നു. തൃശൂരിൽ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തൃശൂർ മണ്ഡലത്തിൽ 9.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂരിൽ നിന്നും നമ്മൾ അടുത്തതായി പാലക്കാട് മണ്ഡലത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് 10.5% നമ്മൾ ആദ്യം 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ പാലക്കാടും ആലത്തൂരുമായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ. ഇപ്പോൾ പാലക്കാട് 10.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാലക്കാട് ഇപ്പോൾ 2ാം സ്ഥാനത്ത് ആയിരിക്കുന്നു. പാലക്കാടിനെക്കാട് കൂടുതൽ ആലത്തൂരിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ. അടുത്തത് ആലത്തൂരിനെ നോക്കാം. ആലത്തൂരിലെ പോളിംഗ് ശതമാനം നോക്കാം. പാലക്കാട് 10.5 ആണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂര് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. തൃശ്ശൂർ 9.5 ആണ്. പാലക്കാട് നിന്നും നമുക്ക് ആലത്തൂരിലേക്ക് പോകേണ്ടതുണ്ട്. ആലത്തൂരിൽ എങ്ങനെയാണെന്ന് നോക്കണം. ആലത്തൂരിലെ പോളിംഗ് ശതമാനം ആലത്തൂരിൽ 11% ആയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമാണ് ആലത്തൂരിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ 11% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട് 10.5, ആലത്തൂർ 11. ഇഞ്ചോടിഞ്ച് ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി മുന്നേറുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ആലത്തൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് പോകാം. പൊന്നാനി മണ്ഡലത്തിൽ
എത്രയാണെന്ന് നോക്കണം. 8.5% പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. പൊന്നാനി മണ്ഡലത്തിൽ 8.5% പോളിംഗ് സംഭവിച്ചിരിക്കുന്നു ആദ്യത്തെ 2 മണിക്കൂർ കഴിയുമ്പോൾ. പൊന്നാനിയിൽ നിന്നും നമുക്ക് മലപ്പുറത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. മലപ്പുറം എങ്ങനെയാണെന്ന് നോക്കാം. 8% മലപ്പുറത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8% പോളിംഗ് മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് അടുത്തതായി മലപ്പുറത്ത് നിന്നും നമ്മൾ പോകുന്നു. മലപ്പുറത്തിന് ശേഷം നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. വയനാട്ടിൽ 8.5% പോളിംഗ് സംഭവിച്ചിരിക്കുന്നത്. 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങൾ വയനാട്ടിൽ. ഇനിയും വയനാട്ടിൽ നിന്നും കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് എത്രയാണ് പോളിംഗ് എന്ന് നമുക്ക് നോക്കാം. 8.5% പോളിംഗ് ആണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജനങ്ങൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 മണിക്കൂർ പിന്നിടുമ്പോൾ 8.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് പോകേണ്ടത് വടകര മണ്ഡലത്തിലേക്കാണ് പോകേണ്ടത്. വടകരയിൽ 9.5% പോളിംഗ് ആണ് വടകരയിൽ ആദ്യത്തെ 2 മണിക്കൂർ കഴിയുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മണിക്കൂർ പിന്നിട്ട ശേഷം 2 മണിക്കൂർ നോക്കുമ്പോൾ 9.5% വടകരയിൽ ചെയ്തിരിക്കുന്നത് പോളിംഗ്. അടുത്തതായി കണ്ണൂരാണ്. കണ്ണൂരിൽ 9% പോളിംഗ് കണ്ണൂരിൽ ആയിരിക്കുന്നത്. പോളിംഗ് ശതമാനം 9% ആയിരിക്കുന്നു ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ. കണ്ണൂരിൽ നിന്നും നമ്മൾ കാസർഗോഡേക്കാണ് പോകുന്നത്. കാസർഗോഡ് 8.5% കാസർഗോഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾ 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു 2 മണിക്കൂർ പിന്നിടുമ്പോൾ. കേരളം മുഴുവനായിട്ടുള്ളത് 8.8% വിവിധ മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലെയും 20 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനമാണ് നമ്മൾ നോക്കിയത്. ഏറ്റവും കൂടുതൽ ആലത്തൂരാണ് ഉണ്ടായിരിക്കുന്നത്. 11.5% പോളിംഗ് ആണ് ആലത്തൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ആലത്തൂർ 1.5 മണിക്കൂർ പിന്നിട്ടപ്പോഴും ആലത്തൂർ മുൻപന്തിൽ തന്നെയായിരുന്നു. മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ 20 മണ്ഡലങ്ങളിൽ പാലക്കാടും ആലത്തൂരും ഒരുമിച്ച് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആലത്തൂർ ഒരുപടി മുൻപിൽ ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആലത്തൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വിവിധ 20 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യ 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എങ്ങനെയാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തുന്നത്? ജനങ്ങളെല്ലാം കൂടുതലായി എത്തി തുടങ്ങിയോ അവിടേക്ക്? ഷാജഹാൻ ഒരിക്കൽ കൂടി ഷാജഹാനിലേക്ക്. ഷാജഹാൻ, എങ്ങനെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള ഈ 2 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള വിവരങ്ങൾ? നമുക്ക് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലാണ് ആലപ്പുഴ മണ്ഡലത്തിലെ ഓരോ കേന്ദ്രത്തിലും നമുക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളെയാണ് നമുക്ക് ഓരോ ബൂത്തിലും കാണാൻ സാധിക്കുന്നത്. രാവിലെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള AM ആരിഫും അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ, മന്ത്രി G സുധാകരൻ, ചലച്ചിത്ര താരം ഫഹദ് ഫാസിൽ തുടങ്ങി നിരവധി പ്രമുഖർ രാവിലെ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. 8% പോളിംഗ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കിപ്പോൾ അനൌദ്യോഗികമായിട്ട് കിട്ടുന്ന കണക്കുകൾ. എന്തായാലും മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശതമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പല സ്ഥലങ്ങളിലും രാവിലെ യന്ത്ര തകരാറുകൾ സംഭവിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ പലയിടത്തും അത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ചേർത്തലയിൽ ഒരു 88 നമ്പർ ബൂത്തിൽ നിന്നും അവിടെ ആദ്യം ഇതിന്റെ യന്ത്ര പരിശോധന നടന്ന ഘട്ടത്തിൽ പ്പോൾ അത് 50 മറ്റ് BJPയുടെ ചിഹ്നത്തിലേക്ക് പോകുന്നതായിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോളിംഗ് ഏജന്റുമാരും കണ്ടെത്തിയത്. അതിനുശേഷം ആ പോളിംഗ് മാറ്റുകയായിരുന്നു. പുതിയ യന്ത്രം വെച്ചതിന് ശേഷമാണ് ചേർത്തലയിലെ 88 നമ്പർ ബൂത്തിൽ പോളിംഗ് പുനരാരംഭിച്ചത്. ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ തന്നെ വളരെ വാശിയോടുകൂടി തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. ഏതാണ്ട് 4
പോലീസിനെയാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 9,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 13 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ആലപ്പുഴയിലുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 10,000 കൂടുതലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ വാശിയോട് കൂടിയ ഒരു മത്സരമായിരുന്നു നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വോട്ടർമാരും കാണുന്നതെന്ന് വേണം നമുക്ക്. ക്യൂ ആണ് നമുക്ക് ഇപ്പം നമ്മൾ പോയ വ്യത്യസ്തമായിട്ടുള്ള പല ബൂത്തുകളിലും സമാനമായ രീതിയിലുള്ള വോട്ടർമാർ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയ, ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ആദ്യഘട്ടം മുതൽ തന്നെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഷാജഹാനാണ് അവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ PV കുട്ടൻ വടകരയിൽ നിന്നും ചേരുന്നുണ്ട്. കുട്ടൻ, വടകരയിൽ ആദ്യത്തെ മണിക്കൂർ 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനം, അല്ലെങ്കിൽ ആളുകൾ ജനവിധി തേടാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അല്പം മുമ്പ് കുട്ടൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എത്തിയോ, അതോ ഉടൻ തന്നെ എത്തുമോ? വടകരയിൽ എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണാം. രാവിലത്തെ അതേ തിരക്ക് തന്നെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലാണ്. ഇവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. രാവിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ അദ്ദേഹത്തിന്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പാട്യത്തെ കോങ്ങാറ്റ LP സ്കൂളിലെ 41-ാം നമ്പർ ബൂത്തിലാണ് P ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം മണ്ഡലത്തിന്റെ മറ്റ് ബൂത്തുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. വലിയ വിജയം വടകരയിലെ ജനങ്ങൾ തനിക്ക് സമ്മാനിക്കുമെന്ന് P ജയരാജൻ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസം P ജയരാജൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കോടിയേരിയിലെ ജൂനിയർ ബേസിക് സ്കൂളിൽ 2 ബൂത്തുകളാണുള്ളത്. ഇവിടെ 110-ാം നമ്പർ ബൂത്തിലാണ് കോടിയേരി വോട്ട് ചെയ്യുക, CPM സംസ്ഥാന സെക്രട്ടറി വോട്ട് ചെയ്യുക. ഈ 2 ബൂത്തിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. രാവിലെ 6:30 മണിയോടുകൂടി തന്നെ ഇവിടെ വോട്ടർമാരുടെ നിര കാണാമായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് എല്ലാ ബൂത്തുകളിലും, ഈ മണ്ഡലത്തിലെ വടകര മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഈ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കൂത്തുപറമ്പിലായാലും തലശ്ശേരിയിലായാലും കുറ്റ്യാടിയിലും നാദാപുരത്തും അതുപോലെ തന്നെ വടകരയിലും കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും ഒക്കെ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ നിരവധി പേർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലത്തെ പ്രചാരണത്തിന്റെ എല്ലാ ചൂടിന്റെയും ആവേശം ഈ പോളിംഗ് ബൂത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായും കുട്ടനാണ് വടകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വടകരയിൽ പോളിംഗ് ബൂത്തുകളിലെല്ലാം ജനങ്ങൾ രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ മലപ്പുറത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ അതത് ബൂത്തുകളിൽ, തങ്ങളുടെ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചിലർ വോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിൽ തന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു, മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു, കുടുംബസമേതം എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ കുടുംബസമേതം എത്തിയിരിക്കുകയാണ്. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ മലപ്പുറത്തെ തന്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നു വോട്ട് ചെയ്യാൻ കുടുംബസമേതം. പ്രമുഖരൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായി അതത് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വോട്ട് രേഖപ്പെടുത്താൻ ആരംഭിച്ചത് 7 മണിക്കാണ്. നടൻ മോഹൻലാൽ മുടവൻ മുകളിലെ ബൂത്തിലെത്തി വോട്ട് രാവിലെ രേഖപ്പെടുത്തി. എല്ലാവരും എത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. പ്രതികരണങ്ങളും
അവർ നടത്തി, നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു, മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രമുഖരൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നു. തങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രതികരിച്ചത്. ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ സ്പീക്കർ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അതിലേക്ക് റെഡിയല്ലേ? യെസ്, ചോദിച്ചോ. നിർണായക ഇലക്ഷനിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. കേരളം ആ ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മികച്ച പോളിംഗ് എല്ലായിടത്തും ഉണ്ട്. തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തിൻ്റെ ഒരു ഉത്സവമാണ്. ആ ഉത്സവം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയോടും നമ്മുടെ നാടിനോടും ചെയ്യുന്നൊരു നീതിയാണ്. ആ നിലയിൽ ജനങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം. അത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ നിഷ്പക്ഷവും നീതിനിഷ്ഠവുമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ പണക്കൊഴുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇന്ന് നാട്ടിൽ രാജ്യത്താകമാനം വളർന്നു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാകുന്നതിനാവശ്യമായ ഇലക്ട്രൽ റിഫോർമേഷനെ കുറിച്ചുൾപ്പെടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനാപരമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രീതിക്രമങ്ങൾ മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ആരംഭിക്കേണ്ടതുണ്ട്. ജനപ്രാതിനിധ്യം ലഭ്യമായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമേറിയ റിഫോർമേഷൻ ചർച്ചകൾ തുടക്കം കുറിക്കേണ്ട ഒരു സന്ദർഭം കൂടി വന്നിരിക്കുന്നു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പി വി കുട്ടനിലേക്ക് പോകുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ബൂത്തിലെത്തി. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുട്ടനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അയച്ചിരുന്നത്. കുട്ടൻ, കോടിയേരി ബാലകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നു വോട്ട് ചെയ്യാൻ. അദ്ദേഹം ആർക്കൊപ്പമാണ് അവിടെ എത്തിയത്? കുടുംബസമേതം ആണോ അദ്ദേഹം എത്തിയിരിക്കുന്നത്? കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 9:15 കൂടി തന്നെ അദ്ദേഹം എത്തി. കുടുംബസമേതമാണ് കോടിയേരി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ വോട്ടർമാരുടെ വലിയ നിരയാണ് ഇവിടെ കാണുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 1.5 മാസക്കാലം നടന്ന വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ രാവിലെ 6:30 മണിയോടുകൂടി തന്നെ വടകര മണ്ഡലത്തെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണുന്നുണ്ടായിരുന്നു. കോടിയേരിയും അതുപോലെ തന്നെ കുടുംബവും ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പി ജയരാജൻ രാവിലെ അദ്ദേഹത്തിന്റെ ബൂത്തായ കോങ്ങാറ്റയിൽ വോട്ട് രേഖപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണൻ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു ബൂത്തിലേക്ക്. വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജനും അവിടേക്ക് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാന സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെ വോട്ടവകാശം അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ തങ്ങളുടെ അതത് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു തിരക്കും രാവിലെ മുതൽ തന്നെ പ്രകടമായിരുന്നു. ഇപ്പോൾ ദിനകർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ദിനകർ, കോവളത്ത് ഒരു പ്രശ്നം ഉണ്ടായി. ചൊവ്വരയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറ് ഉണ്ടായി. ഏറ്റവും ഗുരുതര പ്രശ്നം എന്ന് പറയുന്നത് UDF കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് താമര തെളിയുന്നു എന്ന രീതിയിലുള്ള പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായോ? അവിടെ വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? പ്രിയ, കോവളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോവളം ചൊവ്വര ബൂത്ത് നമ്പർ 151 ഇത്തരത്തിലൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്.
76ാമത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സംശയം പോളിംഗ് ഏജന്റുമാർക്ക് ഉണ്ടായത്. ഇതേ തുടർന്ന് അവർ വിഷയം പോളിംഗ് ഓഫീസറെ അറിയിക്കുകയും തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് 76 വോട്ടുകളും ഇത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂ. 76ാമത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കൈപ്പത്തിക്ക് രേഖപ്പെടുത്തിയ വോട്ട് താമര, ആ സമയത്ത് താമര ലൈറ്റ് തെളിയുകയായിരുന്നു എന്നാണ് പോളിംഗ് ഏജന്റുമാർ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അത് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസ് ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും നിലവിൽ പോളിംഗ് പുനരാരംഭിച്ചിരിക്കുന്നു. പുതിയ വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ട് വോട്ടെടുപ്പ് അവിടെ ആരംഭിച്ചു. സ്ഥലത്ത് LDFന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു സംഭവം മനസ്സിലാക്കുന്നതിന് വേണ്ടി. തുടർന്ന് ഈ വസ്തുതകൾ പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി LDF ഉടൻ നൽകും എന്നും LDF നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പ്രിയ ദിനകർ, മുഖ്യമന്ത്രി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്, വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാർ വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്, അദ്ദേഹം പ്രതികരിച്ചത്. അതിന്റെ തന്നെ ഒരു പ്രതിഫലന തുടർച്ച തന്നെയല്ലേ ഇപ്പോൾ കോവളത്ത് സംഭവിച്ചിരിക്കുന്നത്? അതും വലിയ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് മാറുന്നു. ഇതിൽ എന്താണ് ഒരു വിശദീകരണം അധികൃതർ നൽകുന്നത്? ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? തീർച്ചയായും പ്രിയ, ഇത് സംബന്ധിച്ച് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടർ കെ വാസുകിയും ഇക്കാര്യം നിഷേധിച്ചിരുന്നു. അത് തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഒരു വോട്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരു ചിഹ്നത്തിലേക്ക് പോകുന്ന രീതിയിൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് കളക്ടർ കെ വാസുകി വ്യക്തമാക്കിയത്. ബൂത്തിൽ പോളിംഗ് തടസ്സമില്ലാതെ നടക്കുന്നതായും വാസുകി അറിയിച്ചിട്ടുണ്ട്. അല്പം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കി അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും പുതിയ വോട്ടിംഗ് മെഷീൻ ഏർപ്പെടുത്തി അവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനിരിക്കുന്നു. സ്വാഭാവികമായും ഇക്കാര്യം പരിശോധിക്കണം എന്ന ആവശ്യമാണ് LDF മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രിയ ദിനകർ, ഏകദേശം 76ഓളം ആളുകൾ അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പ്രശ്നം ആകുന്നതും ഈ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കുന്നതും. ഈ 76 ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നം, ഈ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയവരുടെ കാര്യം എന്താണ്? അവർ രേഖപ്പെടുത്തിയത് അവർ വോട്ട് ചെയ്ത ഒരാൾക്ക് വോട്ട് വീണത് മറ്റൊരാൾക്ക്. ഇത് വലിയൊരു വീഴ്ചയാകില്ലേ? അതിനെന്ത് പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? പ്രിയ, ഇത് സംബന്ധിച്ച് കാരണം 76ാമത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനു മുൻപ് അത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായും ഈ വോട്ടുകൾ കൂടി 76 വോട്ടുകളും പരിശോധിക്കണം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ LDF മുന്നോട്ട് വച്ചിട്ടുള്ളത്. കാരണം 76ാമത്തെ വോട്ട് ചെയ്തപ്പോഴാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യം പരിശോധിക്കണം, യന്ത്ര തകരാറാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആണോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ LDF മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഇത് സംബന്ധിച്ചുള്ള പരാതി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നും LDF നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചുള്ള വലിയ പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൈപ്പത്തിക്ക് വോട്ട് കുത്തുമ്പോൾ താമര ചിഹ്നം തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് ഉന്നയിക്കുന്ന ആവശ്യം. ഒരു നിമിഷം തുടരുക. ഇപ്പോൾ കോവളം CPM ഏരിയ സെക്രട്ടറി PS ഹരികുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഹരികുമാർ, കോവളം ചൊവ്വരയിലെ ബൂത്തിലാണ് വലിയ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമര തെളിയുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് അവിടെ നിന്നുണ്ടായിരിക്കുന്നത്. 76ാമത്തെ ആള് വോട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ? ഇവിടെ ഈ കോവളം മണ്ഡലത്തിൽ 151 നമ്പർ ബൂത്താണ്. അവിടെ ഈ രാവിലെ വോട്ടിംഗ് തുടങ്ങിയ ഒരു 76ാമത്തെ വോട്ട് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് അയാള് ഉദ്ദേശിച്ച ചിഹ്നത്തിൽ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അത് മറ്റൊരു ചിഹ്നമാണ് BVPATലിന്റെ ഇതിൽ കാണിച്ചത്. മറ്റൊരു ചിഹ്നത്തിലാണ് കാണിച്ചത്, താമര ചിഹ്നത്തിലാണ് അത് കാണിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു പ്രതിഷേധം ഉണ്ടായി. വോട്ടിംഗ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ വോട്ടിംഗ് വെച്ചിരുന്നു. ഇപ്പോ പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ട് ഇപ്പോ വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ റിട്ടേണായി പരാതി എഴുതി കൊടുത്തിരിക്കുകയാണ്. നേരത്തെ ചെയ്ത 76 വോട്ട്, ആ 76 വോട്ടും പരിശോധിക്കണം എന്നുള്ള നിലയിൽ ഞങ്ങളിപ്പോ റിട്ടേൺ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്.
അത് അവർ പരിശോധിക്കും എന്നാണ് പറയുന്നത്. അത് കൗണ്ടിങ്ങിന്റെ അന്നേ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് അവർ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളോട്. ശ്രീ ഹരികുമാർ, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിരീക്ഷിച്ചതിലൂടെ എന്താണ് മനസ്സിലാകുന്നത്? ഇതൊരു സ്വാഭാവികമായ പ്രശ്നമാണോ അതോ ആസൂത്രിതമായ ഒരു പ്രശ്നമാണോ എന്താണ് നിങ്ങൾ കരുതുന്നത്? കാരണം ഒരു ചിഹ്നം മറ്റൊരു ചിഹ്നത്തിലേക്ക് ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ചിഹ്നത്തിലേക്ക് മാറുകയാണ്. അത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് രാവിലെ മുതൽ പല മണ്ഡലങ്ങളിലും. പക്ഷേ ഇത് അപൂർവമായ ഒന്നാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇല്ല, ഇതിപ്പോ ഞങ്ങള് വോട്ട് ചെയ്യാമെന്ന വോട്ടറുടെ ഒരു നല്ല ശക്തമായ ഒരു പ്രതിഷേധം അയാള് അത് അപ്പൊ തന്നെ രേഖപ്പെടുത്തിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളതിലൂടെ എല്ലാവരും അറിഞ്ഞത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആ വോട്ടിംഗ് മെഷീനിൽ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളതാണ് അവരും ഉദ്യോഗസ്ഥരും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. ആ മെഷീനിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തൽക്കാലം വോട്ടിംഗ് നിർത്തിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിൽ ഞങ്ങളിപ്പോ നേരത്തെ ചെയ്ത വോട്ട് 76 വോട്ടും പരിശോധിക്കണം എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ ബൂത്തിന്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു വിവരം കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ ഈ 76ാമത്തെ ആള് വോട്ട് ചെയ്യുമ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള 75 പേരുടെ കാര്യമോ അവർക്ക് ഇനിയും ഇതിനൊരു പരിഹാരം അവരെ വീണ്ടും വോട്ട് ചെയ്യിപ്പിക്കുമോ? അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ചോദിക്കണമെന്നുള്ളതാണ് ഞങ്ങളിപ്പോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, വളരെ ചെയ്ത 76 ഉൾപ്പെടെ 76ാമത്തെ ആൾ ഉൾപ്പെടെ ഹരിദാസ് എന്ന് പറയുന്ന അദ്ദേഹം വോട്ട് ചെയ്ത ആ വോട്ട് ഉൾപ്പെടെ അത് പരിശോധിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പോ റിട്ടേൺ ആയി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഹരികുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ രാജ്കുമാറിലേക്ക് പോവുകയാണ് കൊല്ലത്ത്. രാജ്കുമാർ, എന്താണ് അവിടുത്തെ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴുള്ള വിവരങ്ങൾ? ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം രാജ്കുമാറിനൊപ്പം ഗണേഷ് കുമാർ MLA കൂടിയുണ്ട്. രാജ്കുമാറിലേക്ക്. ത്തിലേക്ക് നമുക്ക് പോകാം. 2 സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രധാനമായും പ്രചരണത്തിനുണ്ടായിരുന്നു. മാവേലിക്കര മണ്ഡലത്തിലും കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായ പ്രചരണങ്ങളിൽ ഏർപ്പെട്ട ഒരു എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇലക്ഷന്റെ ഒരു ഇത്? വളരെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇടതുമുന്നണിയെ സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ത്യയിലൊരു ഭരണമാറ്റം, അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രതികരണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഈ ജില്ലയിൽ മാവേലിക്കര പാർലമെന്റ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് അവസാനഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ജനങ്ങളുമായി അടുത്ത്, പ്രത്യേകിച്ച് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്ത് ആളെന്നുള്ള നിലയിൽ, അവരെ മനസ്സറിയുന്ന ആളെന്നുള്ള നിലയിൽ നല്ല ഭൂരിപക്ഷം പത്തനാപുരം നിയമമണ്ഡലത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ 2 മണ്ഡലം കൊല്ലത്ത് ഗണേഷ് കുമാർ MLAക്കൊപ്പമായിരുന്നു രാജ്കുമാർ. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിവുള്ളൊരു സർക്കാർ ഇന്ത്യ, അല്ലാതെ പിന്തുണ കൊടുത്തേച്ച് അഴിച്ചുവിടുന്ന ഒരു സംവിധാനത്തോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. കാരണം അത് വലിയ അഴിമതിയിലേക്കും ക്രമക്കേടിലേക്കൊക്കെ മുൻപ് UPA സർക്കാരുകൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അങ്ങനെ പോയതാണ്. അല്ല, കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളാണ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ 3000 ദിവസം കൊണ്ട്, ഈ 3 വർഷത്തിനുള്ളിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ, ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഓരോ 50 മുതൽ 300 കോടി വരെയുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതും മികച്ച വികസനമാണ്. ഈ ഒപ്പിക്കൽ പരിപാടികളല്ല, നല്ല മികച്ച റോഡുകൾ. പിന്നെ പുതിയ റോഡുകളെല്ലാം, പഴയ റോഡുകളെല്ലാം, PWD റോഡുകളെല്ലാം വളരെ കുറ്റമറ്റതാക്കി, അഴിമതി ഒഴിവാക്കി PWD വകുപ്പിൽ. പിന്നെ ഈ സ്കൂളുകളുടെ നവീകരണം, ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള ആശുപത്രികളുടെ പുരോഗതി, ഇത് ജനങ്ങൾ വളരെ അടുത്തു നിന്ന്, പാവപ്പെട്ടവരും സാധാരണക്കാരും ഏറ്റവും അടുത്തു നിന്ന് വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. സ്കൂളുകളുടെ പുരോഗതിയും ഈ റോഡുകളുടെ മികച്ച റോഡുകൾ, ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഗ്രാമീണ റോഡുകളൊക്കെ BMNBC നിലവാരത്തിലേക്ക് ഉയർന്നൊരു പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവന്നൊരു ഗവൺമെൻറ്റാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം, അവർക്ക് അറിവുണ്ട്, അവരതിനോട് പ്രതികരിക്കും. ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകും. മറ്റ് വർഗീയ ആളുകൾ അതെല്ലാ കാലത്തും ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ജാതി മതങ്ങൾ കൊണ്ട് നടക്കുന്നവർ പൂർണ്ണമായും കേരളത്തിൽ ഇല്ലാതായിട്ടില്ല. വടക്കിൻ്റെയേക്കാൾ കുറവാണെന്നുള്ളതേ ഉള്ളൂ.
വോട്ട് കൂടിയാണ്. എങ്ങനെയുണ്ട് ഒരു കന്നി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നു, എന്താണ് ഒരു ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നേടേണ്ടത്. ഇപ്പോൾ നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടൻ മമ്മൂട്ടി തന്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഭാര്യയും ഉണ്ട്. LDF സ്ഥാനാർത്ഥി പി രാജീവിനൊപ്പമാണ് മമ്മൂട്ടി. ഒപ്പം തന്നെ ഹൈബി ഈഡനുമുണ്ട്. ഇരുവർക്കുമൊപ്പമാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് തന്റെ പോളിംഗ് ബൂത്തിൽ. പ്രമുഖരൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് അവകാശം നേടിക്കൊണ്ടിരിക്കുന്നു. വോട്ടുകൾ അവർ ചെയ്യാനായി തങ്ങളുടെ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നടൻ മോഹൻലാൽ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ നടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം LDF UDF സ്ഥാനാർത്ഥികളുമുണ്ട്. മമ്മൂട്ടി തന്റെ പത്നിക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയത്. രാവിലെ മുതൽ തന്നെ പ്രമുഖരൊക്കെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണൻ വടകരയിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വടകരയിൽ LDF സ്ഥാനാർത്ഥി P ജയരാജനും വോട്ട് രേഖപ്പെടുത്തി. പ്രമുഖർ ഒക്കെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താൻ. നടൻ മോഹൻലാൽ തിരുവനന്തപുരത്തെ മുടവൻമുകൾ ബൂത്തിലാണ് എത്തിയത് വോട്ട് രേഖപ്പെടുത്താൻ. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ക്യൂവിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ നിന്ന് ക്യൂവിൽ നിന്ന് വോട്ടവകാശം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നടൻ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെ ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തി തങ്ങളുടെ ബൂത്തുകളിലേക്ക്. രാവിലെ വോട്ട് 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയത്. 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ പല മണ്ഡലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലയിടത്ത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, ചിലയിടത്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കോവളം ചൊവ്വരയിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് സംഭവിച്ചത്. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമര ചിഹ്നം ആണ് കാണുന്നത് എന്ന പരാതി ഉയർന്നു. ഇതിനെ തുടർന്ന് ചൊവ്വരയിലെ വോട്ടിംഗ് നിർത്തിവെച്ചു ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചു. ഇപ്പോൾ നടൻ മമ്മൂട്ടി വോട്ട് ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സിബി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. സിബി, നടൻ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മമ്മൂട്ടിക്ക് കേൾക്കാം കൃത്യമായി കേൾക്കാം. നടൻ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പറയാം പുതിയ വിവരങ്ങൾ. നടൻ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഈ പനമ്പള്ളി നഗറിലെ 105-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്.
നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പി രാജീവ്, UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അവർ രണ്ടുപേരും അദ്ദേഹത്തിനെ വന്നപ്പോൾ മുതൽ സ്വീകരിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ മമ്മൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രമുഖരൊക്കെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ചിലർ രേഖപ്പെടുത്താനായി എത്തി നിൽക്കുന്നു ബൂത്തുകളിൽ. ഇനിയും ആളുകൾ എത്താനുണ്ട്. 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. 7 മണി തൊട്ട് തന്നെ വിവിധ എല്ലാ മണ്ഡലങ്ങളിലെയും വിവിധ ബൂത്തുകളിൽ നല്ല രീതിയിലുള്ള ഒരു ജനത്തിരക്ക് കാണാൻ സാധിച്ചു. പ്രതീക്ഷ നൽകുന്ന തിരക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോളിംഗ് ശതമാനത്തിലും മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. പാലക്കാടും ആലത്തൂരുമാണ് പോളിംഗ് ശതമാനം കൂടുതലുള്ളത്. ഇപ്പോൾ മമ്മൂട്ടി പ്രതികരിക്കുകയാണ്. മര്യാദക്കാർക്ക് രക്ഷയില്ലല്ലേ? നിങ്ങൾ എന്തിനാ ഇത്ര മര്യാദക്കാരാൻ പോയത്? ഡിസിപ്ലിനൊന്നും കാര്യമില്ല. ഞാൻ വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അത് അവരുടെ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചു വരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലാണ് എന്റെ കൂടെ പഠിച്ചവരുടെ സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരുടെ പരിചയക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. അത് ഞാൻ ഒരാൾക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ, നമ്മുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പ്രാധാന്യങ്ങൾ, മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യാൻ വീണ്ടും ആവർത്തിക്കാൻ വോട്ട് നമ്മുടെ അധികാരമാണ്, അവകാശമല്ല, അധികാരമാണ്. നമുക്ക് അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ്. എല്ലാവരും അത് വളരെ ആത്മാർത്ഥത്തോട് കൃത്യമായി പാലിക്കുക. നമസ്കാരം. നടൻ മമ്മൂട്ടി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. വോട്ട് എല്ലാവരും ചെയ്യണം, വോട്ട് ചെയ്യുന്നത് അധികാരമാണ് നമ്മുടെ, അത് നഷ്ടപ്പെടുത്തരുത്, ആത്മാർത്ഥമായത് ചെയ്യണമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എല്ലാ പ്രമുഖരും വോട്ട് രേഖപ്പെടുത്താനായി അവരുടെ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വീണ്ടും പോളിംഗ് ശതമാനം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. കേരളം മുഴുവനായും ഓരോ മണ്ഡലത്തിലെയും നമുക്ക് എടുത്തു നോക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലെയുമാണ്. ആദ്യം തിരുവനന്തപുരം ജില്ലയിലെയാണ് നോക്കുന്നത്. 9.5% തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം ആയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 9.5% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ ആറ്റിങ്ങലാണ് നോക്കുന്നത്. ആറ്റിങ്ങലിൽ 9.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം മണ്ഡലത്തിൽ 10% പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ശതമാനം 10%. കൊല്ലത്ത് 10% പോളിംഗ് രേഖപ്പെടുത്തുന്നത്. 3 മണിക്കൂറാകുമ്പോൾ പത്തനംതിട്ടയിൽ 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി മാവേലിക്കരയിൽ 9.5%. മാവേലിക്കരയിൽ 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്ത് 9% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ 8.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഉള്ളത് നോക്കി. ഇപ്പോൾ അടുത്ത 3 മണിക്കൂർ അടുക്കുമ്പോൾ 8.5% ഇടുക്കിയിൽ പോളിംഗ് ശതമാനം ആയിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിൽ 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 9.5% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ. അടുത്തതായി ഇപ്പൊ ഈ ശതമാനത്തിലേക്ക് കണക്കുകളിലേക്ക് ഉടൻ തന്നെ എത്താം. ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധിയുമായി. രാജ്കുമാറിനൊപ്പം ചേരുന്നു. രാജ്കുമാർ, കേൾക്കാമോ? കേൾക്കുന്നു. കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. അദ്ദേഹത്തിന്റെ ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് വേണ്ടി തയ്യാറായി. ഇപ്പോഴത്തെ ഒരു ഇലക്ഷന്റെ ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇടതുമുന്നണി നേതാവ് എന്ന നിലയിൽ ഇതിനെ എങ്ങനെ കാണുന്നു? എങ്ങനെയായിരിക്കും ഇത്തവണ സാധാരണ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായി നമുക്കൊന്നും പറയാൻ കഴിയാത്ത? ഒന്നാമത് ഈ വോട്ടർമാരെല്ലാം ഇപ്പോൾ ഈ പണ്ടാളുകൾ പറഞ്ഞാൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനില്ല. എല്ലാവർക്കും അറിയാം വോട്ട് ചെയ്യാൻ. സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്ന കാര്യം തീരുമാനിക്കും. എങ്കിലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മുൻതൂക്കം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അത് എത്ര കിട്ടും? മറ്റൊരു താങ്കൂറിൽ സ്വല്പം പാടിച്ചുണ്ട്. അത് ഈ ഇപ്പോൾ വിഷയങ്ങളുണ്ട്. എങ്കിലും എൻ്റെ വിശ്വാസം കേരളത്തിൽ ഇടതുമുന്നണി ജയിക്കും എന്ന് തന്നെയാണ്. പോളിംഗ് പെർസെൻറ്റേജ് നന്നായി, നല്ല പ്രകടമായിരുന്നു. അപ്പോൾ ആ പ്രകടനത്തിൽ സ്വാഭാവികമായി ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ പോകും, വോട്ട് ചെയ്യും. പോളിംഗ് പെർസെൻറ്റേജ് കൂടും. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത, ഒരുപാട് തെരഞ്ഞെടുപ്പുമായും നമ്മുടെ സംസ്കാരവുമായും ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഉണ്ടായ ഒരു പ്രത്യേകതയാണ്. ഞാൻ 60-ന് മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാറിനൊപ്പമാണ് ശ്രീ ബാലകൃഷ്ണൻ പിള്ളയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്. ഏറ്റവും പുതിയ ശതമാന കണക്കുകൾ കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. രാജ്യത്ത് BJP നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവരുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയെക്കുറിച്ച് ഒന്നും പറയാൻ അവർക്കുണ്ടായിരുന്നില്ല. സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ ഒന്നും അവതരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തീർത്തും വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. എല്ലാ സ്ഥലത്തും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. എവിടെയും BJP 2ാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും 3ാം സ്ഥാനത്തെ BJPക്ക് സ്ഥാനമുണ്ടാവുകയും. പാലക്കാട് വോട്ടിംഗ് മെഷീനിൽ തകരാർ കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി സിജു ചേരുകയാണ്. സിജു, എന്താണ് പാലക്കാട് വോട്ടിംഗ് യന്ത്രത്തിൽ പ്രശ്നം? പാലക്കാട് ജില്ലയിൽ വിവിധ മേഖലകളിൽ വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈലിയാട് RVLP സ്കൂളിലാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇത്രയും നേരം ഇവിടെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ ആദ്യം വോട്ടിംഗ് മെഷീന് തകരാർ രേഖപ്പെടുത്തി. ഇതിനുശേഷം കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീനും തകരാർ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 134-ാം നമ്പർ ബൂത്തിലാണ് നിലവിൽ തകരാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മെഷീന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും
പോലും വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെ വിവിധ മേഖലകളിൽ വോട്ടിംഗ് മെഷീന്റെ തകരാറുണ്ടായിരുന്നു. ഷൊർണൂരിനടുത്ത് കൈലിയാട് RVLP സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പലരും 1.5 മണിക്കൂർ അതോടൊപ്പം തന്നെ 2 മണിക്കൂർ സമയം വരെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ആലത്തൂർ കണ്ണന്നൂർ 13-ാം നമ്പർ ബൂത്തിലും ഇതേ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. ഒറ്റപ്പാലം മനുശ്ശേരിക്കടുത്തുള്ള ഒറ്റപ്പാലം പത്തംകുളം LP സ്കൂളിലെ 118-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാർ രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം ലക്കിടി DBJBESലെ 167-ാം നമ്പർ ബൂത്തിൽ പോളിംഗ് 40 മിനിറ്റ് വൈകിയാണ് തുടങ്ങാൻ സാധിച്ചത്. മഞ്ഞപ്ര 118-ാം നമ്പർ ബൂത്തിലെ VVPAT തകരാറായതുകൊണ്ട് 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും പല മേഖലകളിലും വോട്ടിംഗ് മെഷീന്റെ തകരാറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല മേഖലകളിലും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ കാത്തിരിക്കുന്നതാണ് വോട്ട് ചെയ്യാൻ? അതെ, ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ നേരത്തെ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇവിടെ മെഷീൻ കേടാവെന്നാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നം ഉണ്ടായത് അറിയില്ല. ഇല്ല, വോട്ട് തുടങ്ങിയില്ല ഇതുവരെ. ഇങ്ങനെ ഈ സ്കൂളിൽ തന്നെ RVLP സ്കൂളിൽ തന്നെ വളരെ നേരത്തെ തന്നെ പലരും എത്തി വോട്ട് രേഖപ്പെടുത്താൻ എത്തി. പലരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയം വരെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാടിന്റെയും അതോടൊപ്പം തന്നെ ആലത്തൂരിലെയും പല മേഖലകളിലും ഇതേ രീതിയിൽ വോട്ടിംഗ് മെഷീന് തകരാറുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടൻ മോഹൻലാലിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വരാൻ സാധിച്ചു. പിന്നെ വേണമെങ്കിൽ വിചാരിച്ചോളൂ. ഞാൻ പഠിച്ച സ്കൂളാണ്. ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ചാലക്കുടിയിൽ നിന്നും ഉമേഷ് ചേരുന്നു വിവരങ്ങളുമായി. ഉമേഷ്, ചാലക്കുടിയിലെ വിവരങ്ങൾ. ചാലക്കുടി മണ്ഡലത്തിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നിര നമുക്ക് കാണാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഇലക്ഷൻ ദിവസം വളരെ അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നു, ഇലക്ഷനോട് അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. വലിയ നിര നമുക്ക് കാണാം, വോട്ടർമാരുടെ നീണ്ട നിരയാണ്. ചാലക്കുടിയിലെ വിവിധ ബൂത്തുകളിലും ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ചാലക്കുടി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം രാവിലെ 7 മണിക്ക് തന്നെ വിനിയോഗിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ഇരിങ്ങാലക്കുടയിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂളിലാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. UDF BJP സ്ഥാനാർത്ഥികളും ബെന്നി ബെഹനാനും AN രാധാകൃഷ്ണനും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഇത്തവണ ചാലക്കുടിയിൽ 12,29,000 വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഏകദേശം 6 ലക്ഷത്തിനടുത്ത് പുരുഷ വോട്ടർമാരും അതിനേക്കാൾ കൂടുതൽ വനിതാ വോട്ടർമാരുമാണ് ചാലക്കുടി മണ്ഡലത്തിൽ ഉള്ളത്. രാവിലത്തെ മണിക്കൂറുകളിൽ വലിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വോട്ടർമാരുടെ നീണ്ട നിര സാക്ഷ്യപ്പെടുത്തുന്നത്. 1182 പോളിംഗ് സ്റ്റേഷനാണ് ചാലക്കുടി മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 14ഓളം പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ തത്സമയ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും രാവിലത്തെ മണിക്കൂറുകളിൽ വലിയ പോളിംഗ് തന്നെയാണ് എല്ലാ മണ്ഡലത്തിൽ നിന്നും എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്.